ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിലെ പരാജയത്തിനുശേഷം അർജന്റീനയിലെ ജന്മനാട്ടിൽ മടങ്ങിയെത്തി ലയണൽ മെസ്സി. ഫ്ലോറിഡയിൽ നിന്ന് റൊസാരിയോയിലെ വിമാനത്താവളത്തിലേക്കു ഭാര്യ അന്റോനെല്ലയ്ക്കും 3 മക്കൾക്കുമൊപ്പം സ്വകാര്യ വിമാനത്തിലാണു മെസ്സിയെത്തിയത്. പ്രാദേശിക സമയം ചൊവ്വാഴ്ച പുലർച്ചെ 6:30-ഓടെയാണ് വിമാനം ലാൻഡ് ചെയ്തത്. വിമാനത്താവളത്തിനു പുറത്ത് കാത്തുനിന്ന ആരാധകർക്ക് മുഖം കൊടുക്കാതെ വിമാനത്താവളത്തിനുള്ളിൽ നിന്നുതന്നെ വാഹനത്തിൽ പുറത്തേക്കു പോവുകയായിരുന്നു. രോഗബാധിതനായി ചികിത്സയിലുള്ള പിതാവ് ഹോർഹെ മെസ്സിയെ സന്ദർശിക്കാനും വിശ്രമിക്കാനുമായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ മെസ്സി സമയം കണ്ടെത്തുകയെന്നു പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഈ മാസം അവസാനത്തോടെ യുഎസ് മേജർ സോക്കർ ലീഗ് ക്ലബ് ഇന്റർ മയാമിക്കൊപ്പം മെസ്സി ചേരുമെന്നാണ് കരുതുന്നത്. അർജന്റീനയുടെ 26-അംഗ ടീമിലെ 15 പേർ കോച്ച് ലയണൽ സ്കലോനിയുടെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച രാത്രി ബ്യൂനസ് ഐറിസിലെത്തി. ഫൈനലിൽ സ്പെയിനിനോട് 1-0 വരെ തോറ്റെങ്കിലും വമ്പിച്ച സ്വീകരണമാണ് ആരാധകർ അർജന്റീന ടീമിന് തലസ്ഥാന നഗരിയിൽ ഒരുക്കിയത്. ഇവർക്കൊപ്പം മെസ്സി എത്തുമെന്ന് കരുതിയിരുന്നെങ്കിലും ഉണ്ടായിരുന്നില്ല. ഇതോടെ താരം ക്ലബിനൊപ്പം ചേർന്നെന്നും റിപ്പോർട്ട് വന്നു. എന്നാൽ ചൊവ്വാഴ്ച പുലർച്ചെ താരം നാട്ടിലെത്തുകയായിരുന്നു. മെസ്സി വിരമിക്കുമോ? ലയണൽ മെസ്സി വിരമിക്കുമോ? ഇന്റർനെറ്റിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവുമധികം തിരഞ്ഞ വിവരങ്ങളിലൊന്നാണിത്. 39-കാരൻ അർജന്റീന ക്യാപ്റ്റൻ ഉടൻ വിരമിക്കൽ പ്രഖ്യാപിക്കില്ലെന്നാണ് സൂചനകൾ. ഫൈനൽ തോൽവിക്കുശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ നിൽക്കാതെ മടങ്ങിയ മെസ്സിയുടെ വൈകാരികമായൊരു വിരമിക്കൽ പ്രഖ്യാപനം ഉടനുണ്ടാവില്ലെന്നു സ്പാനിഷ് മാധ്യമമായ മാർക്ക റിപ്പോർട്ട് ചെയ്തു. യുഎസ് ക്ലബ് ഇന്റർ മയാമിയുമായി മെസ്സിക്കു 2 വർഷത്തെ കരാർ കൂടി ബാക്കിയുണ്ട്. 2028 കോപ്പ അമേരിക്കയിലേക്കും 2 വർഷത്തെ ദൂരമാണുള്ളത്.